ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്കേർട്ടാണ് കേട്ടോ. അതും അലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 5.5 വയസ്സുള്ള കുട്ടിക്കാണ് ചെയ്യുന്നത്. മെറ്റീരിയൽ എടുത്തിട്ടുള്ള 2 മീറ്റർ സ്കേർട്ടിൻ്റെ മെറ്റീരിയലും 1.5 മീറ്റർ ലൈനിങ്ങും ആണ്. പിന്നെ കുട്ടി അത്യാവശ്യം വണ്ണും അതുപോലെ ഹൈറ്റും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് 28.5 ഇഞ്ചാണ് കേട്ടോ സ്കേർട്ടിൻ്റെത്. ലൈനിങ് നമുക്കൊരു 27 ഇഞ്ചോളം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് അടക്കമാണ് 28.5 ഇഞ്ച് എടുത്തത്. പിന്നെ 1 ഇഞ്ച് നമ്മൾ അലാസ്റ്റിക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സ്കേർട്ട് പല രീതിക്ക് ചെയ്യലുണ്ട്, ഫ്രില്ല് വെച്ചിട്ട് അലാസ്റ്റിക് വെച്ചിട്ട്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായ ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ടൈമില്ല ഒന്നാമത് മറ്റിച്ചായി ചെയ്യാൻ വേണ്ടത്, അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് ലെങ്ത്ത് കറക്റ്റാക്കി നോക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇലാസ്റ്റിക് എടുക്കുന്ന 22 ഇഞ്ചിലാണ് കേട്ടോ ഇലാസ്റ്റിക് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 22 എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ക്ലോത്ത് എടുക്കുന്നത് ഡബിളായിട്ടാണ്. ഏകദേശം ഒരു 44 ഇഞ്ചോളം നമ്മൾ അതിൻ്റെ ബാൻഡിന് വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ. ഞാൻ മെറ്റീരിയൽ ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2ആയിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് 22 എടുത്താൽ മതി. അല്ലാണ്ട് സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ട് 44 കട്ട് ചെയ്യാം. കുറച്ചും കൂടി എളുപ്പം ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് നമുക്ക് 22 ഇഞ്ച്. ഞാൻ തയ്യൽ തുമ്പും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ. കറക്റ്റ് 22 എടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 44 എടുക്കുമ്പോൾ തയ്യൽ തുമ്പ് ആകെ ആ സൈഡ് ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ചോളേ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. ഇതുപോലെ വെച്ചിട്ട് 22 ഇഞ്ച് നീളത്തിൽ, അതായത് 2ആയിട്ട് മടക്കിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ 44 കിട്ടുമല്ലോ. അതിൻ്റെ വീതി എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. നമ്മൾ 1 ഇഞ്ച് വീതിക്കുള്ള അലാസ്റ്റിക്കൽ എടുക്കുന്നത്. മെറ്റീരിയൽ ഇപ്പോൾ ഇത് 2ആയിട്ട് മടക്കുമ്പോൾ 2 ഇഞ്ച് വേണം. പിന്നെ 1/2 ഇഞ്ച് ഒരു സൈഡിലും 1/2 ഇഞ്ച് ഒരു സൈഡിലും തയ്യൽ തുമ്പ് വേണം. അങ്ങനെയാണ് ഞാൻ 3 ഇഞ്ച് പറഞ്ഞിട്ട്. അപ്പോൾ 3 ഇഞ്ചിൽ നമുക്ക് 22 ഇഞ്ച് വീതിക്ക് 44 2ആയിട്ട് മടക്കിയതാണല്ലോ, അത്രയും വീതിക്ക് നമുക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ബാൻഡ് കട്ട് ചെയ്തതിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാൻഡിൻ്റെ ഉൾവശം, അതായത് നല്ല പ്രിൻ്റുള്ള വശം ഉള്ളിൽ വരുന്ന രീതിക്ക് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡ്, നമ്മൾ സാധാരണ സൈഡ് ജോയിൻ ചെയ്യില്ല, അതുപോലെ ബാൻഡിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ലൈനിങ് പീസും അതുപോലെ നല്ല തുണീൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമുക്കിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തപ്പോൾ 2 പീസൊക്കെ ഉണ്ടെങ്കിൽ സൈഡ് അങ്ങനെ ഫുള്ള് റൗണ്ടിൽ വരുന്ന രീതിക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പീസിൽ 2 മീറ്റർ മെറ്റീരിയൽ എടുത്തുകൊണ്ട് ഒറ്റ പീസേ ഉള്ളൂ. ഇപ്പോൾ 2 പീസൊക്കെ ഉണ്ടെങ്കിൽ 2 സൈഡ് ജോയിൻ ആക്കാനുണ്ടാവും. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അതുപോലെ ബാൻഡിൻ്റെ ഒരു സൈഡും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാൻഡ് ഇതുപോലെ 2ആക്കി പിടിക്കാം. ഇതുപോലെ വീണ്ടും 2ആയിട്ട് മടക്കാം, 4ആയിട്ട് ഇതുപോലെ മടക്കി. അതിന് ശേഷം നമുക്ക് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് വേണ്ട, 2 തുണി ഒരുമിച്ച് വെച്ച് ജോയിൻ്റ് ആക്കി അവിടെ വേണ്ട, അതിൻ്റെ ഇപ്പുറം സൈഡ് ആക്കാം. അതുപോലെ ഈ ഒരു സൈഡിൽ നമുക്ക് ചെറിയ നോച്ച് ഇട്ട് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിൽസ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ മെയിൻ ക്ലോത്തും അതുപോലെ ലൈനിങ്ങും. നമ്മൾ ഇത് ആദ്യം നടുക്കെ ജോയിൻറ്റ് വരുന്ന വശം കൂടി പിടിച്ചിട്ട് 2ആയിട്ട് മടക്കി കൊടുക്കുക. പിന്നെ അതിനെ വീണ്ടും 2ആയിട്ട് മടക്കുക, 4ആയിട്ട്. ഞാൻ ഇപ്പോൾ ഈ പട്ടുപാവാടയൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ 2ആയിട്ട് പിടിച്ചിട്ട് 4ആയിട്ട് പിടിച്ചിട്ട് ഇതേപോലെ കട്ട് നമ്മുടെ ലൈനിങ് പീസിനും അതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിനും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഈ ഒരു ബാൻഡ് എടുക്കാം. ബാൻഡിൻ്റെ ആ ജോയിൻ ചെയ്ത് സൈഡ് എടുക്കാം കേട്ടോ. ആ ബാൻഡിൻ്റെ ജോയിൻ ചെയ്ത സൈഡിനോട് നമ്മുടെ ലൈനിങ് പീസിൻ്റെ ജോയിൻറ്റ് വരുന്ന വശം വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല വശത്താണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ മടക്കി അടിച്ചത് പടിവശത്താണുള്ളത്. അപ്പോൾ ഇതുപോലെ ആക്കി പിടിച്ചിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബാൻഡിൻ്റെ ഫസ്റ്റത്തെ കട്ട് വരുന്നില്ലേ, ഇതാണ് ബാൻഡിൻ്റെ ഫസ്റ്റ് കട്ടും. അതുപോലെ ലൈനിങ്ങിൽ നമ്മുടെ ഫസ്റ്റ് കട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അത്രയും വശം നമുക്ക് ഫ്രില്ലിട്ട് എടുക്കാം. നമ്മൾ ലൈനിങ് 1.5 മീറ്റർ വാങ്ങിച്ചുകൊണ്ട് വലിയ ഫ്രില്ല് നമുക്ക് കിട്ടാനില്ല. ചെറിയ ഇടക്കിടക്ക് വിട്ടും ഓരോരോ ജസ്റ്റ് ഒരു ഫ്രില്ല് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം ഫസ്റ്റ് കട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെക്കൻഡ് കട്ട് എടുക്കുക. സെക്കൻഡ് കട്ട് വരെ നമ്മുടെ ലൈനിങ് പീസിൻ്റെ സെക്കൻഡ് കട്ട്, അങ്ങനെയാണ് അത്. അപ്പോൾ 4 കട്ട് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ് നമുക്ക് ഇതുപോലെ ഫ്രില്ലിട്ട് എടുക്കാം. ലൈനിങ് 2 മീറ്റർ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രില്ലുണ്ടാവും. നമുക്കിപ്പോൾ 1.5 മീറ്റർ ആയതുകൊണ്ട് വലിയ ഫ്രില്ലില്ല, ഇതുപോലെയാണ് കേട്ടോ. പ്രശ്നമില്ല, നമുക്ക് ഉള്ളിൽ വരുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ ആ കട്ട് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചോക്ക് കൊണ്ട് ആദ്യം ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ലൈനിങ് വെച്ചെടുക്കുമ്പോൾ അത് കവർ ചെയ്ത് പോയല്ലോ. നമ്മുടെ ലൈനിങ്ങിൻ്റെ ജോയിൻറ്റ് വരുന്ന സ്ഥലമില്ല, അതിൻ്റെ മുകളിൽ കറക്റ്റ് ആ ജോയിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് ജോയിൻറ്റ് വരുന്നത് ഇതുപോലെ വെച്ചിട്ട് ചെറിയ ഫ്രില്ലിടാം. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബാൻഡിൻ്റെ ഫസ്റ്റ് കട്ട് വരുന്നത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഫസ്റ്റ് കട്ട് വരുന്നത്ര പോലെ ഫ്രില്ലിടാനുണ്ട് കേട്ടോ. ഇതിലും വലിയ ഫ്രില്ല് ഇല്ല, എന്നാൽ അത്യാവശ്യം ഉണ്ട്. നമുക്ക് ചുരുക്കിടുന്ന സമയം അലാസ്റ്റിക് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒരുപാട് അതിനുള്ളിലേക്ക് കൊടുക്കേണ്ട ഫ്രില്ലില്ല. അപ്പോൾ സാധാരണ വരുന്ന രീതിക്ക് നമുക്ക് ചെറിയ ഫ്രില്ല് നമുക്ക് ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അത് മൊത്തത്തിൽ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാൻഡ് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക.
അറ്റത്തെ വരുന്ന സ്റ്റിച്ച് നമ്മൾ ആദ്യം ഇട്ടൊരു സ്റ്റിച്ചിൻ്റെ മുകളിൽ ഉണ്ടാകും, കാരണം മടക്കി അടിച്ചതിന് സ്റ്റിച്ച് നമുക്ക് പിന്നെ പൊട്ടിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലല്ല, അതിന് താഴത്തെ അറ്റത്തെ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് വലിച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഫുള്ളാക്കാൻ പാടില്ല, കാരണം നമുക്ക് അലാസ്റ്റിക് ഇടാൻ ചെറിയൊരു ഗ്യാപ്പ് നമ്മളിപ്പോൾ തുടങ്ങിയില്ലേ അവിടം വരെ നമുക്ക് കൊണ്ടുവരാൻ പാടില്ല. അതിന് കുറച്ച് ബാക്കിലായിട്ട് അലാസ്റ്റിക് കയറുന്ന രീതിക്ക് ചെറിയ ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 22 ഇഞ്ച് നീളത്തിൽ അലാസ്റ്റിക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടി നമുക്ക് അലാസ്റ്റിക് ഒന്ന് ഇട്ടെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം ഞാൻ കറക്റ്റ് അളവ് 1 ഇഞ്ച് വീതിക്ക് വരുന്ന രീതിക്കാണ് അത് മടക്കിയിട്ടുള്ളത്. പ്രശ്നമില്ല, നമുക്കത് ഫിനിഷിങ്ങിൽ കിട്ടും. അതിന് ശേഷം സൈഡൊന്ന് അടിച്ചതിന് ശേഷം അത് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നല്ല വൃത്തിയിൽ കൈ വെച്ചിട്ട് അലാസ്റ്റിക്കിന് വലിച്ച് കൊടുത്തിട്ട് ആ മെറ്റീരിയൽ എല്ലായിടത്തും വരുന്ന രീതിക്ക് ചെയ്തെടുക്കണം. അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നല്ല വൃത്തി ഇങ്ങനെ അലാസ്റ്റിക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വലിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഒരു ഏതെങ്കിലും ഇപ്പോൾ ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് വേണമെങ്കിൽ അങ്ങനെ ഇടാം. നമുക്ക് ലോക്ക് ഇട്ട് തുടങ്ങണം കേട്ടോ. ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ നിന്നും ബാക്കൊന്നും ഒരുപോലെ വലിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഇങ്ങനെ ചുരുക്കണക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അത് നമുക്ക് ലോക്കിട്ട് തുടങ്ങിയിട്ട് കുറച്ചായിട്ടാണ് ചെയ്യുന്നത്, ഒരുപാടല്ല. കുറച്ച് ഇതുപോലെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും വലിക്കുക, എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ആദ്യം കുറച്ച് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്ന് വലിക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. എന്നിട്ട് ചെയ്യുന്നത് മോട്ടർ ആയതുകൊണ്ട് ഇതിന് പ്രശ്നമില്ല, നമുക്കിങ്ങനെ വീലൊന്നും തിരിക്കണ്ടല്ലോ, നല്ല വൃത്തിക്ക് ഇട്ടിട്ട് പോവാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്കേർട്ട് വരുന്നത്. എനിക്കത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട് ഞാൻ വേറെ ബ്ലൗസിൻ്റെ ഒന്നിച്ച് ചെയ്തതാണ്. അപ്പം ജസ്റ്റ് ഫോട്ടോ തമ്മിലേയും കൊടുക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. നമ്മുടെ ബ്ലൗസും അതുപോലെ തന്നെ സ്കേർട്ടും വരുന്നത്. ഞാൻ ഇതിൻ്റെ ബ്ലൗസിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.